സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഏത് പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും ഇതുപോലത്തെ സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതും കേൾക്കുന്നുണ്ട്. ചേച്ചി എന്തുകൊണ്ടാണ് അതിൽ പെൺകുട്ടിയുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് എന്റെ കാര്യമല്ലേ അറിയുള്ളൂ. ആണുങ്ങളുടെ കാര്യം നിങ്ങൾ മെയിൽ ആർട്ടിസ്റ്റ് എടുത്ത് പറ, നിങ്ങൾ എഴുതുന്ന പറ. ഒരു സ്ത്രീ സമൂഹത്തെ പറ്റി പറഞ്ഞൊരു പാട്ട് ഇവരെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇറിറ്റേറ്റഡ് ആക്കുന്നത്? ഇത് ചെയ്ത ആളുകൾ ട്രിഗേർഡ് ആവും. ഈ കമന്റ് അടിക്കുന്ന ആളുകൾ മേ ബി അവർ പോയിട്ട് ബസ്സിൽ പോയിട്ട് പെണ്ണുങ്ങളെ തോണ്ടിയിട്ടുണ്ടായിരിക്കും. എനിക്ക് പേഴ്സണലി ഇത് ചെയ്ത ആളുകളെ എനിക്കറിയാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് തട്ടും. അല്ലെങ്കിൽ നീ ഫേസ് ചെയ്ത് ഭയങ്കര പ്രശ്നമാണ്, യു ഷുഡൻറ്റ് ഹാവ് ഗോൺ ത്രൂ ദാറ്റ് എന്ന് നമ്മളോട് പറയാൻ ആരുമില്ല. അത്രയും വൾണറബിൾ സ്റ്റേറ്റിൽ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിൽ പെട്ടുപോയതായിരിക്കാം. അന്ന് വാ തുറന്നാൽ ചിലപ്പം തട്ടിക്കളയുന്ന കേസിൽ യു നോ വാട്ട് ഓൾ പീപ്പിൾ ക്യാൻ ഡു റൈറ്റ്. ഞാൻ എൻ്റെ ഒരു വേറൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, അവനാണല്ലേ അവനെങ്ങനെയും വളർന്നോളും, എന്നിട്ട് അതിനങ്ങ് വിടുകയാണ്. അവന് കൊടുക്കേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കൂല, അവന് കൊടുക്കേണ്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യൂല. അവനെങ്ങനെയും അവന് ഭക്ഷണം മാത്രം കിട്ടും, അവനെങ്ങനെ വളർന്നോളും. രണ്ട് രീതിയിലാണ് നമ്മളെ കുളവാക്കുന്നത്. പെൺകുട്ടികളെ ഒരു രീതി കുളവാക്കും, ആൺകുട്ടികളെ വേറെ രീതി കുളവാക്കും. ലാസ്റ്റ് ഇവർ തമ്മിൽ കൂട്ടിക്കൂട്ടുന്ന സ്ഥലത്ത് വേറെ പുതിയൊരു തരം കുളം ഉണ്ടാവും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങളപ്പം എവിടുന്നൊക്കെയുള്ള ഫോൾസ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവരിങ്ങനെയുള്ള ഇത്രയും കോൺഫിഡൻറ്റ് ഇത് ശരിയാണ്, ഇങ്ങനെ ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. റാൻഡം പീഡോഫൈൽസ് ആയിട്ടുള്ള കുറേ അമ്മാവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടുക. ഇതിപ്പോൾ എൻ്റെ അനുഭവം തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ. ഇത് വേറെ എവിടെ നിന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത കഥകളല്ല അതിലുള്ളത്. എനിക്ക് ഉണ്ടായ കാര്യം അതേപോലെ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ അതിൽ. ഇപ്പം ഈ ഡയലോഗാണ്, അവനാണല്ലോ അവൻ ഇങ്ങനെയും വളർന്നു വെക്കോളും എന്നുള്ള സ്ഥലത്തു നിന്നാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുമെങ്കിലും. അജിതഹര് ഷർട്ട് ഇടാണ്ട് മുമ്പ് മാത്രം എടുത്തിട്ട് ഒരാളിൽ നിന്ന് പാടിക്കഴിഞ്ഞാൽ ആരും അവളെ വിമർശിക്കില്ല. ഞാൻ വലിയ ടീഷർട്ടും ഒരു ഷോർട്ട്സും ഇട്ടപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായി. അത് പ്യുവർലി പെണ്ണ് എന്നുള്ളൊരു പ്രശ്നമാണത്. ചേച്ചിയുടെ കാമപ്പാട്ട് അല്ലെങ്കിൽ അതിന് ട്രോള് വന്നിട്ടുണ്ട്, ഇത് റാപ്പ് അല്ല കോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സർ കൂടുതൽ നന്നായി പോയോ, പിന്നെ മാസാക്കാൻ നോക്കി ദുരന്തമായി പോയെന്നൊക്കെ പറഞ്ഞു. ആളുകൾ എങ്ങനെ കാണുന്നു എങ്ങനെ പറയുന്നു അതല്ലല്ലോ, അതൊന്നും നോക്കിയിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ആണുങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഹോണി ആയിട്ടുള്ള, എപ്പോൾ ഏത് പെണ്ണ് വന്ന് മുമ്പ് നിന്നാലും മറ്റേ വി ആർ റെഡി ഫോർ സെക്സ് എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകളായിട്ടാണ് ആ ഒരു ജെൻഡറിനെ മൊത്തം നമ്മുടെ സിനിമകളിൽ കൂടെയാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ചിത്രീകരിച്ചു. അതാണ് ഒരാൾ കൈവച്ചു എന്ന് പറയുമ്പം കൈവച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പരിഹാസം വരുന്നത് അതുകൊണ്ടാണ്. മുറിവുകൾ ജനറലി മറ്റേ ഒളിച്ചു വെക്കാനുള്ളതല്ല, അത് നമ്മൾ മറ്റേ പ്രൗഡായിട്ട് കൊണ്ട് നടക്കേണ്ട സ്കാറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് പോയിട്ട് ചെയ്തത്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിംഗറാണ് ഗൗരി ലക്ഷ്മി. ഗൗരിജി സ്വാഗതം. താങ്ക് യു. നമസ്കാരം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങളിലേക്ക് തന്നെ കടക്കാം. ഇപ്പം വൈറലാണ് ചേച്ചിയുടെ പാട്ട് മുറിവ്. അപ്പം എനിക്ക് 1 വർഷം മുമ്പ് ഇറങ്ങിയൊരു പാട്ടാണ് മുറിവ് എന്നുള്ളത്. പക്ഷേ ഇന്നാണത് വൈറലാവുന്നത്, ഇത്രയധികം സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 വർഷം മുമ്പ് ഇറങ്ങിയ ആ ഒരു പാട്ട് ഇപ്പം ചർച്ച ചെയ്യപ്പെടാൻ എന്താണ് കാരണം എന്നാണ് ചേച്ചി വിശ്വസിക്കുന്നത്? അല്ല, ഇത് നമ്മൾ പാട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് വീഡിയോ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ തന്നെ ഞങ്ങളുടെ ക്രൂവിനിടയ്ക്ക് ഈ ഡിസ്കഷൻ ഉണ്ടായി. ഞാനും നമ്മുടെ ഡാൻസേഴ്സ് പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പം ഈ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരുപാട് പേരെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടല്ല, പക്ഷെ ട്രിഗേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ പോളിഷിംഗ് ഒന്നും ഇല്ല, നമ്മൾ ലിറിക്സിലൊന്നും യാതൊരു പോളിഷ് ചെയ്ത് ഹണി കോട്ട് ചെയ്തല്ല ഒരു കാര്യം പറയുന്നത്. വെറുതെ അങ്ങനെ പറയുകയാണ്. ഒരു എന്താ പറയുക, ഭയങ്കര കാവ്യാത്മകമായ ഭാഷയെ പോലും നമ്മൾ പോവാണ്ട് ഡയറക്റ്റ്ലി അടിച്ചു പറയുന്നൊരു കാര്യമാണ്. അപ്പം അത് ആളുകൾക്ക് കൊണ്ടേക്കാം, ആളുകൾക്ക് ചിലപ്പം ഗിൽട്ട് അടിച്ചിട്ട് അത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ട്രിഗേർഡായിട്ട് ബിഹേവ് ചെയ്തേക്കാം എന്നൊക്കെ ഉള്ളൊരു സംസാരം നമ്മൾ അന്ന് നടന്നായിരുന്നു. പക്ഷെ റിലീസ് ചെയ്ത സമയത്ത് കാര്യമായിട്ടുള്ള അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പാട്ട് നല്ലതാണ്, പാട്ട് മോശമാണെന്നുള്ള കോൺവെർസേഷൻ നമ്മൾ ഏത് പാട്ട് ഇറക്കിയാലും ഉണ്ടാവും. ആ ഒരു ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുണ്ട്, പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. പോസിറ്റീവായിട്ട് ആ സമയത്ത് വന്നത് ഒരുപാട് പെൺകുട്ടികൾ പേഴ്സണലി ആയിട്ട് മെസ്സേജ് അയച്ചതായിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു അകത്ത്. അവർക്കത് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. ഭയങ്കര തട്ടി എന്നുള്ള അങ്ങനെയുള്ള റിലേറ്റബിൾ ആണെന്നുള്ള രീതിയിലുള്ള കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഭയങ്കരമായിട്ടുള്ള ബുള്ളി ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിപ്പോ ഔട്ട് ഓഫ് ദി ബ്ലൂ ആരോ എവിടെയോ ഇതൊന്നും കറക്റ്റ് മറ്റേ ആ ഒരു ഭയങ്കര വീക്കായിട്ടുള്ള
തൊട്ടാ പൊട്ടുന്ന രീതി നിൽക്കുന്ന കുറെ ആളുകൾ നടുക്കോട്ട് ഇപ്രാവശ്യം അത് കറക്റ്റ് പോയി ഇരുന്നു, അവിടുന്ന് അതങ്ങ് ബ്ലോ അപ്പ് ആയി എന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദിസ് വാസ് എക്സ്പെക്റ്റഡ്. പക്ഷെ സമയം മാറിപ്പോയി എന്നുള്ളൂ. നമ്മൾ അന്ന് എക്സ്പെക്ട് ചെയ്ത സാധനം അതിന്റെ ഒരു 10 മടങ്ങായിട്ട് ഇപ്പം നടന്നു. ഇപ്പൊ വി ന്യൂ എന്തായാലും എപ്പോഴെങ്കിലും ഇത് ആരെങ്കിലും ഒക്കെ കൊള്ളും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഓൾറെഡി ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പൊ പറഞ്ഞ ഒരു വളരെ പച്ചയായിട്ടുള്ള വരികളാണ്. ഇതിനകത്ത് ഒരു ഹണി കോട്ടഡ് ഷുഗർ കോട്ടിങ് ഒന്നുമില്ല. ഇപ്പൊ എഴുതുന്ന സമയത്ത് ചേച്ചിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു? കാരണം നോർമലി എല്ലാവരും അതും കൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ട് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നില്ല എന്നും പലരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ട, ഇത് ഇങ്ങനെ തന്നെ പോകണം, ഇത് പച്ചയായിട്ട് തന്നെ സംസാരിച്ചാൽ മതി, ആളുകൾക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ഇതിന്റെ വരികൾ എഴുതിയപ്പോൾ? അല്ല, ഇതിപ്പോ എന്റെ അനുഭവം തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ. ഇത് വേറെ എവിടെ നിന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത കഥകളല്ല അതിലുള്ളത്. എനിക്കുണ്ടായ കാര്യം അതേപോലെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അതിൽ. 8 വയസ്സുള്ള കുട്ടി എങ്ങനെ അത് പറയും, അല്ലെങ്കിൽ ഒരു 13 വയസ്സുള്ള കുട്ടി എങ്ങനെ ഇത് പറയും എന്നുള്ള പോലെ തന്നെയാണ് ഇത് പറയുന്നത്. അതിലും കാവ്യാത്മകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് പ്രാസത്തിലും താളത്തിലൊക്കെയാണ് പോകുന്നത്. പാട്ട് തന്നെയാണത്. നോക്കുമ്പോൾ അതിൽ താളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യേണ്ട ഒരു കാര്യം അല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാട് അതിന്റെ ആവശ്യം എനിക്കിത് പേഴ്സണലി എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല പറയാനുള്ളത്. അങ്ങനെ ഇതാണ് ഇതിന്റെ ഗ്രൂവ്, ഇങ്ങനെയാണ് പാട്ട് പോകുന്നത്, ഇതിനകത്തോട്ട് ഐ എം ജസ്റ്റ് പ്ലേസിങ് ഇറ്റ്. സോ ഞാൻ അങ്ങനെ പ്ലേസ് ചെയ്തു. എനിക്കതിൽ ഒരുപാട് അങ്ങനെ വേണ്ട അല്ലെങ്കിൽ വേണം അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമല്ല, എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയത് അങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. ചേച്ചി എനിക്ക് ഈ പാട്ട് കേട്ട് ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ വരികൾ, അതായത് പെണ്ണ് പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വരികളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഏത് പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും ഇതുപോലത്തെ സെക്ഷൽ അബ്യൂസ് നേരിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കലാകാരന്മാർ, ചേച്ചിയെ പോലുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് അല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നു പലരും ഇപ്പം നമ്മുടെ കവിതകളിലാണെങ്കിലും പാട്ടുകളിലാണെങ്കിലും പെൺകുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതൽ സംസാരം വരുന്നത്. ചിലപ്പോൾ അതായിരിക്കാം പ്രേക്ഷകരെ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോ ചേച്ചി എന്തുകൊണ്ടാണ് അതിൽ പെൺകുട്ടിയുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്തത്? എനിക്ക് എന്റെ കാര്യമല്ലേ അറിയുള്ളൂ. ഞാൻ പെണ്ണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് ജീവിക്കുന്ന ആളാണ്. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ആണുങ്ങളുടെ കാര്യം നിങ്ങൾ മെയിൽ ആർട്ടിസ്റ്റ് എടുത്ത് പോയി പറ, നിങ്ങൾ എഴുതുന്ന പറ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട് എവിടെയെങ്കിലും. ഇതിപ്പോ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നപ്പോ എന്ത് ചെയ്യും? ഓക്കെ, അപ്പം എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ എഴുതുന്നു. എനിക്കിപ്പോൾ നാളെ ഇപ്പം എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് കേട്ടിട്ടോ ഇതിനെക്കുറിച്ച് എനിക്ക് എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ എഴുതും. എനിക്കിപ്പം ഇങ്ങനെ ഇപ്പം നിങ്ങൾ പെണ്ണിന്റെ എഴുതിയാൽ അതിന്റെ കൂടെ നിങ്ങൾ ആണിന്റെ എഴുതിയേ പറ്റുള്ളൂ എന്നൊക്കെ വാശി വിളിച്ചിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എഴുതിക്കോ, ആരോട് എഴുതുന്നെന്ന് പറയണ്ടല്ലോ. ഇത്രയും മെയിൽ ആർട്ടിസ്റ്റുകളും മെയിൽ റാപ്പേഴ്സും മെയിൽ കമ്പോസേഴ്സും ലിറിസിസ്റ്റ് ഒക്കെ ഉള്ള നാടല്ലേ, അവരെഴുതട്ടെ, അവരോട് പറയും എഴുതാൻ. ഓഫ് കോഴ്സ് ഈ നമ്മൾ എഴുത്തെന്ന് പറയുന്നത് എന്തായാലും അതൊരു ക്രിയേറ്ററിന്റെ ഒരു അവകാശമാണ്, എന്താണ് എഴുതേണ്ടത് എന്താണ് എഴുതപ്പെടാത്തതെന്ന്. പക്ഷേ നമ്മളിപ്പോൾ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കഥകളും കവിതകളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ വളരെ അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ പുരുഷന്മാരെ പറ്റി എഴുതുന്നത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെ പറ്റി എഴുതുമ്പോൾ വളരെ മനോഹരമായിട്ട് എഴുതും. അപ്പം ഇത് രണ്ടും വേണ്ടേ? ഇപ്പൊ ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ അനുഭവം എഴുതി, പക്ഷെ ഇത് രണ്ടും ചെയ്യണമല്ലോ ഒരു കലാകാരി എന്ന നിലയിൽ. ഇത് രണ്ടും വേണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വാശിയില്ല, പക്ഷെ അത് സ്വാതന്ത്ര്യമാണ്. എങ്കിൽ പോലും ഞാൻ ചോദിക്കാണ്ട് കലാകാരി എന്ന നിലയിൽ അത് രണ്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പറയട്ടെ. ഞാൻ ഈ സഖിയെ എന്നുള്ള പാട്ട് 13 വയസ്സിൽ എഴുതുകയാണ്. സഖിയെ നിൻ കൺമുനകളിൽ നിൻ പാൽപുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം എന്നുള്ളത് ഒരാണ് പാടുന്നതാണ്. ഒരാണ് പാടുന്നത് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണ്. അപ്പൊ എനിക്കിത് എഴുതാൻ തോന്നി, ഞാൻ എഴുതി. ഇപ്പൊ എനിക്കിത് എഴുതാൻ തോന്നി, ഞാനിത് എഴുതി. ഇത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഇത് എഴുതാൻ തോന്നിയ നാളെ എനിക്ക് ചിലപ്പോൾ ഒരു പട്ടിയുടെ വികാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ വികാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു 62-70 വയസ്സുള്ള ഒരു സ്ത്രീയെക്കുറിച്ച്, ഞാൻ ഇതുവരെ 70 വയസ്സ് സ്ത്രീയുടെ ജീവിതം എനിക്ക് അറിയില്ല എങ്ങനെയാണ്, 62-70 വയസ്സുള്ള സ്ത്രീയുടെ വികാരത്തെക്കുറിച്ചോ ഒരു മരത്തിനെ കുറിച്ചോ ഒരു പുഴയുടെ വികാരത്തെ കുറിച്ചോ ഒക്കെ എഴുതും തോന്നിയ ഞാൻ എഴുതും. എനിക്കിപ്പോ ഇതാ തോന്നിയത് ഞാൻ എഴുതുന്നു. വേറൊരു കോംപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ, ഇപ്പം സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുകയാണ് ഈ പാട്ട് ട്രോളുകളിലൂടെയും അങ്ങനത്തെ മീംസിലൂടെയൊക്കെ. അപ്പം അതായത് ഒരു സ്ത്രീ സമൂഹത്തെ പറ്റി അവരുടെ സെക്ഷൽ അബ്യൂസിനെ പറ്റി പറഞ്ഞൊരു പാട്ട് ഈ ഒരു ആൺവർഗത്തിന് അല്ലെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ വന്ന് കമന്റ്സ് ഇടുന്നത്. അപ്പൊ ഒരു പുരുഷവർഗത്തെ എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് ഇറിറ്റേറ്റഡ് ആക്കിയെന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്? കാരണം ഒരു സ്ത്രീ സമൂഹത്തെ പറ്റി പറഞ്ഞൊരു പാട്ട് ഇവരെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇറിറ്റേറ്റഡ് ആക്കുന്നത്? അതെല്ലാ കാലത്തും ഉള്ളൊരു സംഭവമാണല്ലോ. ഒരു പെണ്ണിന് സ്ത്രീധനം ഇല്ലീഗലായിട്ടുള്ള സംഭവമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് 100% നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അതിൽ പോലും സ്ത്രീധനം വാങ്ങിയതിനെ കുറിച്ചുള്ള പോസ്റ്റുകളുടെ താഴെയൊക്കെ
എന്നെങ്കിൽ പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള നേരെ അപ്പുറത്ത് അടിക്കുന്ന ആളുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം എന്താ പറയാ, ഒരാള് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾ മറ്റേ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റവർക്ക് വേണ്ടിയിട്ട് ഇതും കൂടെ ചെയ്യണമായിരുന്നു. ഇങ്ങനെയുള്ള നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ ചെയ്താൽ പോരാ, ഇതും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ സൈഡ് ഇങ്ങനെയാണെങ്കിൽ ഈ സൈഡ് ഇങ്ങനെയുണ്ട് എന്നുള്ള കോൺവെർസേഷൻസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ സോങ്ങിന് പല സൈഡ് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ചെയ്ത ആളുകൾ ട്രിഗേർഡാവും. ഈ കമന്റ് അടിക്കുന്ന ആളുകൾ മേ ബി അവർ പോയിട്ട് ബസ്സിൽ പോയിട്ട് പെണ്ണുങ്ങളെ തോണ്ടിയിട്ടുണ്ടായിരിക്കും. എനിക്ക് പേഴ്സണലി ഇത് ചെയ്ത ആളുകളെ എനിക്കറിയാം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ റെഗുലർലി ഇന്ററാക്ട് ചെയ്തിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ വളരെ അഭിമാനത്തോടു കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ ട്രെയിനിൽ, വളരെ തിരക്കുള്ള ട്രെയിനിൽ ഏതോ പെണ്ണിന്റെ പുറകിൽ പോയിട്ട് മുട്ടി നിന്നിട്ട് ഷീ വാസ് എൻജോയിങ് ഇറ്റ് എന്ന് അവൻ അഭിമാനത്തോടു കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മുടെ പരിചയത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒക്കെ വളരെ കുറച്ച് അങ്ങനെ ചെയ്യുന്ന ആൾ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് തട്ടും. കാരണം നമ്മളിപ്പം ഈ പറഞ്ഞ ഒട്ടും ഷുഗർ കോട്ട് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്ത ഇയാളെ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പം അവരുടെ കോൺഷ്യസ്നെസ്സിൽ എവിടെയെങ്കിലും പോയി അടിച്ചിട്ട് സബ് കോൺഷ്യസ്ലി ഉണ്ടാവുന്ന ഗിൽട്ട് മറക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് തെറിവിളിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഇത് ചെയ്യുന്നത് ശരിയാണ്, ഇപ്പം ഒരു പെൺകുട്ടികളോട് അങ്ങനെ സ്ത്രീകളോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ശരിയാണെന്ന് ഉള്ളിൽ വിശ്വസിച്ച് പുറത്ത് മാന്യമായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇത് തട്ടും. സെക്കൻഡ് കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി, ഇത് സംഭവിച്ച കമന്റ് ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. സംഭവിച്ച പെൺകുട്ടികൾ ഇതൊന്നും എനിക്ക് വലിയ വിഷയമല്ല എന്ന് ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ചേർന്ന ഒരു മോബ് അറ്റാക്ക് മെന്റാലിറ്റി ഉണ്ടല്ലോ, അങ്ങനെ കമന്റ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. അവർക്കത് ദേ ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് എഫക്റ്റഡ് ദം. എനിക്ക് ഇതൊന്നും വലിയ വിഷയമൊന്നുമില്ല, ഇതൊക്കെ ഇത്ര വലിയ ഇത് മാത്രം പറയാൻ മാത്രം എന്താ ഉള്ളത്, അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. അത് അവരുടെ കോപ്പിംഗ് മെക്കാനിസം ആണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. ഇതൊന്നും അല്ലാണ്ട് ഒരു കമന്റ് സെക്ഷൻ ഞാൻ കഴിഞ്ഞൊരു അജിത് ഹരെ ഇറങ്ങി, അത് മറ്റേ അജിത് ഹരെ ഇറങ്ങി 2 വർഷം കഴിഞ്ഞാണ് അത് വൈറലായത്. അതിന്റെ ഈ ചെറിയ കമന്റ്സ്, അതിന്റെ ബുള്ളിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു എന്ത് ഈ സംഭവിക്കുന്നത് നോക്കിയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, ഒരു കമന്റ് മതി. ഒരു കമന്റ് പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ അതിന്റെ റിപ്പീറ്റേഷൻസ് ആണ്. പ്രോപ്പർ മറ്റേ മോബ് മെന്റാലിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ ഇതാണോ, ഓക്കെ ഇങ്ങനെ കമന്റ് ചെയ്യലാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നത്, ഇപ്പൊ ഞാനും ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു മോബ് മെന്റാലിറ്റി ഇന്ന് പുറകിൽ വർക്ക് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നാണ് സൈബർ ബുള്ളിങ് എന്നുള്ള സംഭവം ഭയങ്കര ഇത്രയും മാസമായിട്ട് ബ്ലോ അപ്പ് ആവുന്നത്. അപ്പം നമുക്ക് ഒരു കാരണം മാത്രം നമുക്ക് അങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പം ഇപ്പോഴും എല്ലാ ദിവസവും ഞാൻ ആ വീഡിയോ പിന്നെയും കാണും. എനിക്ക് മനസ്സിലാവുന്ന ഒരുപാട് ഇന്റർവ്യൂസിൽ പാട്ട് ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പോയിട്ട് ഈ പാട്ട് പാടിയിട്ടുണ്ട്. അന്ന് ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ ഒരു കഹോണിന്റെ കിക്ക് ബാക്കിൽ പോകും, ടുപ് 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 ടുപ്ന്ന് പോകുന്നുണ്ട്. എന്റെ ബാക്കിൽ ഇരുന്ന പയ്യൻ കിക്ക് വായിക്കുന്നുണ്ട്. അതും ഇല്ലാണ്ട് വെറുതെ കവിത പോലെ ഞാൻ ചൊല്ലിയ സ്ഥലങ്ങളുണ്ട്. അന്നൊന്നും ആരും കണ്ടില്ല. അപ്പം ഔട്ട് ഓഫ് ദ ബ്ലൂ ഈ സാധനം ഇത് പൊട്ടി ഇത്ര ആയിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലി ഏതൊക്കെയോ നല്ല പൊട്ടുന്ന അത്രയും ട്രിഗേർഡ് ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരുടെ നടുക്കോട്ട് ഇത് പോയി വീണിട്ടുണ്ട്. അവിടെ നീ പറഞ്ഞ പോലെ 4 കമന്റായി 10 കമന്റായി 100 കമന്റായി, പിന്നെ അതിന്റെ പുറകെ പിടിച്ച് അങ്ങനെ അങ്ങ് ബ്ലോ അപ്പ് ആയതാണ്. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് എന്നെ പോലെ. ഒരു ഇന്ന പെർട്ടിക്കുലർ കാരണം കൊണ്ട് ആണുങ്ങൾ ട്രിഗേർഡ് ആയി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പല കാരണങ്ങളുണ്ടാവും. ചേച്ചി ഇതിനിടയ്ക്ക് പറഞ്ഞു, അതായത് എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന ആളുകൾ പോലും എന്നോട് വന്ന് അഭിമാനത്തോട് പറയുന്നുണ്ടെന്ന്. ആസ് എ വുമൺ, അല്ലെങ്കിൽ അവരോട് അത്ര ക്ലോസ് ആയിരിക്കാം, പക്ഷെ ആസ് എ വുമൺ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് അവിടെ തന്നെ ചേച്ചി പ്രതികരിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇത് കോളേജ് പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് അടിച്ച ഡൗട്ടാണ്, സെൽഫ് ഡൗട്ടാണ്. ആക്ച്വലി അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ആളുകൾക്ക് ഇനിയിപ്പം ആക്ച്വലി ഇതിനി എൻജോയ്മെന്റ് ആണോ? ഇതെന്ത് ഇങ്ങനെ അല്ലേ? അങ്ങനെ ഫസ്റ്റ് നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങും. ഒരാൾ അത്രയും കൺവിക്ഷൻ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ആളുകൾ എൻജോയ് ചെയ്യണ കാര്യം, നമ്മൾ മറ്റേ ഇത് ഫുൾ കിളി പറക്കും നമ്മുടെ. അങ്ങനെ അല്ലല്ലോ ഇപ്പം, എനിക്കിങ്ങനല്ലോ തോന്നിയിട്ടുള്ളത്. എനിക്കത് അങ്ങനെ ഒരാൾ എന്നോട് ബിഹേവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഫ്രീസായി, അല്ലെങ്കിൽ എനിക്ക് വിഷമമാണല്ലോ തോന്നിയത്. പക്ഷേ ഇങ്ങനെയാണോ? അങ്ങനെ സെൽഫ് ഡൗട്ടോടാണ് ഫസ്റ്റ് നമ്മൾ. കാരണം നമുക്കിത് ഒന്നാമത്തെ കാര്യം, നമ്മളെ വാലിഡേറ്റ് ചെയ്യാൻ ആരുമില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ അത് സാധാരണയാണ്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ള ഇൻവാലിഡേഷനും മറ്റേ ജനറലൈസേഷനൊക്കെയാണ് ജനം നടക്കാറുള്ളത്. അല്ലെങ്കിൽ നീ ഫേസ് ചെയ്ത് ഭയങ്കര ഒരു പ്രശ്നമാണ്, യു ഷുഡൻറ്റ് ഹാവ് ഗോൺ ത്രൂ ദാറ്റ് എന്ന് നമ്മളോട് പറയാൻ ആരും ഇല്ല. ഇപ്പോഴാണ് പിന്നെ ഞങ്ങൾ മനുഷ്യന്മാരൊക്കെ ഞാൻ പരിചയപ്പെട്ട് തുടങ്ങിയത്. ആ കാലത്തൊന്നും ആരും ഇല്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ എന്തൊക്കെയോ ആയി ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് ഒഴുക്കി വിടുക. അപ്പം ഈ ഇമോഷൻ നമ്മൾ എവിടെ കൊണ്ട് വെക്കേണ്ടത്, ഈ ഇൻസിഡന്റിൽ നിന്ന് എനിക്ക് ഉണ്ടായ വികാരം ഞാൻ എന്താ ചെയ്യണമെന്നും നമുക്കറിയില്ല. ഒരാൾ ഇത്രയും ധൈര്യമായിട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞുമ്പോഴേക്കും നമുക്കറിയില്ല ഇതിപ്പോൾ എന്താ, ഇപ്പം എനിക്ക് തോന്നുന്നതാണോ, ഈ ശരിക്കും ഇനി ഇങ്ങനെയാണോ,
അപ്പോൾ ഇനി പ്രശ്നമാണെങ്കിൽ ഇനി ഇവന്റെ പ്രശ്നമാണോ അവളുടെ പ്രശ്നമാണോ എൻ്റെ പ്രശ്നമാണോ മൊത്തം കൺഫ്യൂസ്ഡ് ആവും നമ്മൾ. അപ്പം ഞാനന്ന് അവനോട് ആദ്യം കുറേ നേരം തർക്കിച്ചു, അങ്ങനൊന്നും ഇല്ല, അതെനിക്ക് എൻജോയ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്നതാണ്, അങ്ങനൊന്നും അല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പരിചയമില്ലാത്ത ഒരാൾ വന്ന് പുറകുന്ന ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ, അല്ല അങ്ങനെയാണെങ്കിൽ അവരപ്പം തന്നെ തിരിച്ചടിക്കണ്ട, അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇതൊക്കെ കണ്ടീഷനിലാണ്, തിരിച്ചടിച്ചാലേ പ്രശ്നമുള്ളൂ. ലോട്ട് ഓഫ് പീപ്പിൾ ഹു ജസ്റ്റ് ഫ്രീസ്, അങ്ങനെ സ്റ്റക്ക് ആവുന്ന മനുഷ്യന്മാരാണ്. ഞാൻ ഫ്രീസ് ആവുന്ന ആളാണ്, എനിക്ക് പെട്ടെന്ന് മറ്റേ അടിക്കാനൊന്നും അല്ലേ വരും. അപ്പം നമ്മൾ ഫുൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിട്ട് ഇങ്ങനെ എത്രയോ ആളുകളുണ്ട് അങ്ങനെ. അപ്പം ഇതൊക്കെ കുറെ കൂടി ആ ഒരു ബോധം ആൾ കൊടുക്കുക എന്നുള്ളിടത്തു നിന്നാണ് ഇതൊക്കെ മാറി. വലിയ പ്രോസസ്സാണ് ഇത്. ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. സൊസൈറ്റൽ കണ്ടീഷനിങ് ആണ്, അതൊക്കെ വളരെ പതുക്കെ മാറുള്ളൂ. ഇപ്പൊ ചേച്ചി ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ കുറെ നാളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മീ ടു പോലുള്ള കേസുകൾ അവിടെ നിന്ന് വെച്ചാൽ ചേച്ചി ഈ പറഞ്ഞ ഒരു പോയിന്റ് ആയിരിക്കാം. കാരണം ഒരു സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അബ്യൂസ് നേരിടുന്ന ഒരു പെൺകുട്ടി ആ സമയത്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അയ്യോ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തത്, ഒരു നിമിഷത്തിൽ ഇപ്പൊ ബ്ലാങ്ക് ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ. കുറച്ച് നാളത്തെ ആരോടെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്ത് പിന്നീട് ഒരു ധൈര്യം ആർജിച്ചായിരിക്കാം ഒരു സമൂഹത്തിലേക്ക് വന്നത് തുറന്നു പറയുന്നത്. ആ സമയത്ത് ആൾക്ക് നേരിടേണ്ടി വരുന്നത് ഇതുപോലുള്ള വിമർശനങ്ങളാണ്. അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല. ഇത് ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രം കാര്യമാണ്, അല്ലാത്ത ആൾക്കാരും കാണും. ഓഫ് കോഴ്സ് പെൺകുട്ടികൾ അല്ലാത്ത ആൾക്കാരും കാണും, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടല്ലേ, കാരണം പ്രതികരിക്കാൻ പറ്റാതെ പോകുന്നതാ. അപ്പൊ അത് പിന്നെ വന്ന് പറയുമ്പോഴത്തേന് അവർക്കെതിരെ ബുള്ളിങ് ആണ്. അന്ന് ഇത് എൻജോയ് ചെയ്ത ആളാണ്, ഇപ്പൊ അത് വന്ന് തിരിച്ചു പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ടോക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് ചേച്ചി നോക്കി കാണുന്നത്? നമ്മളൊരു സാധനത്തിനോട് പ്രതികരിക്കുക എന്ന് വരുമ്പോൾ ഈ പ്രതികരണത്തിന്റെ പുറകിലുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ആൾ പ്രതികരിക്കുക? ഒന്ന്, അയാൾക്ക് ധൈര്യം വേണം. അയാൾക്ക് ധൈര്യം വേണമെങ്കിൽ അയാൾക്ക് അതുപോലെ സപ്പോർട്ട് വേണം. അത് അയാൾക്ക് സ്വയം ഉള്ളൊരു വിശ്വാസമായിരിക്കാം, അയാളുടെ ഫാമിലി സപ്പോർട്ടായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് സപ്പോർട്ടായിരിക്കും, പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറുടെ സപ്പോർട്ട്, ഒരു ജോലി സ്ഥലമാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് ഈയുള്ള മുകളിലുള്ള ആളുകളുടെ കൊളീഗ്സിൽ നിന്നുള്ള സപ്പോർട്ട്, ഇങ്ങനെ കുറേ ഫാക്ടേഴ്സാണ് ഒരാളെ ധൈര്യമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള, അയാളെ പ്രതികരിക്കാതിരിക്കാനോ ഉള്ള ഫാക്ടേഴ്സ്. അപ്പം ഈ അന്ന് പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് മേ ബി ഷീ വാസ് അത്രയും വൾണറബിൾ സ്റ്റേറ്റിൽ, ഒരു മനുഷ്യന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിൽ പെട്ടുപോയതായിരിക്കാം. അന്ന് വാ തുറന്നാൽ ചിലപ്പം തട്ടിക്കളയുന്ന കേസിൽ വാട്ട് ഓൾ പീപ്പിൾ ക്യാൻ ഡു, റൈറ്റ്? അങ്ങനത്തെ സ്റ്റേറ്റിൽ നിന്നൊരാൾ മേ ബി ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് നൗ ഷി ഗോട്ട് ദറ്റ് സപ്പോർട്ട്. വാ തുറക്കാനുള്ള സ്പേസ് അവിടെയുണ്ട്. വാ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ലാഷ് ഫേസ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കാൻ മനുഷ്യന്മാരുണ്ടായിരിക്കാം. അതിനുള്ള ഫിനാൻഷ്യൽ, ഇപ്പം അത് കഴിഞ്ഞിൻ്റെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിന് പോകും. കുറേ പേര് നമ്മുടെ കുറേ ജോലി അവസരങ്ങൾ നഷ്ടപ്പെടാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും എനിക്ക് എന്നിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴെങ്കിലും എനിക്കിത് പറയണം, ഇത്രയും നാളകത്ത് വെച്ചുകൊണ്ടിരിക്കാമെന്ന് എന്നുള്ളത് കൊണ്ട് പറയുന്നതായിരിക്കാം. ഇത്രയും ആലോചിച്ചിട്ടൊന്നും അല്ല ആളുകൾ ഇത് ടൈപ്പ് ചെയ്ത് കൂട്ടുന്നത്. അവരത് കാണുന്നു, ഓഹോ അങ്ങനെയാണോ, അന്ന് അവളൊന്നും പറഞ്ഞല്ലോ, ടകടകടകട കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഇത് വായിക്കുന്നിടത്തിന് ഇത്രയും എന്തുകൊണ്ടായിരിക്കും ഒരാൾ ഇങ്ങനെ സംസാരിച്ചത്, എന്തുകൊണ്ടായിരിക്കും അന്ന് പറയാഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ വന്ന് പറയുന്നത്, അന്ന് ആൾ എന്ത് സ്റ്റേറ്റിലായിരുന്നു, ഇപ്പൊ എന്ത് സ്റ്റേറ്റിലായിരുന്നു, ഒന്നും ചിന്തിക്കാനുള്ള വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ റെസ്പോൺസാണത്. അപ്പം ഇത്രയും ഇരുന്ന് ആലോചിക്കുക എന്നുള്ളൊരു ആ ഒരു എഫേർട്ട് ഇടാത്തതിന്റെ പ്രശ്നമാണെന്ന് തോന്നി. എടുത്ത് മറ്റേ അലക്കുന്നൊരു പരിപാടി, ആ ഒരു എഫേർട്ട് ഇല്ലായ്മ എന്നാണ് വരുന്നത്. ഇപ്പൊ ചേച്ചി മുമ്പേ പറഞ്ഞു, അതായത് ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ളവരോട് വന്ന് സംസാരിച്ചുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പം കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടായിരിക്കും നമ്മൾ പോയി സംസാരിക്കുന്നത്. അതെന്താ അങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചിലപ്പോൾ അവരോട് ഡൗട്ട് ചോദിക്കും. പക്ഷെ തിരിച്ച് അവിടുന്ന് ചേച്ചി പറഞ്ഞ പോലെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടിയെ പറ്റി ഇങ്ങനെ വന്ന് പറയാൻ എവിടുന്ന് വരുന്നു ധൈര്യം എന്ന് ഞാനിങ്ങനെ ചേച്ചി പറഞ്ഞപ്പോഴും ആലോചിക്കണം. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നോടുള്ള ആ ഒരു കംഫർട്ടിന്റെ പുറത്ത് വന്ന് പറയുന്നതായിരിക്കും. പക്ഷെ പെട്ടെന്ന് എൻ്റെ മൈൻഡ് കൂടെ പോകുന്നത് എന്നോട് അങ്ങനെ വന്ന് പറയാൻ എങ്ങനെ തോന്നുന്നു, കാരണം ഞാനൊരു പെൺകുട്ടിയാണ്. എപ്പോഴെങ്കിലും നമുക്കൊരു ഇൻസെക്യൂരിറ്റി അടിക്കുമല്ലോ, കാരണം ഇവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് മറ്റുള്ള കുട്ടികളെ പറ്റി. ചിലപ്പോഴെങ്കിലും ചിലരോടെങ്കിലും നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഇവർക്ക് ഈ ധൈര്യം എവിടുന്ന് വരുന്നു എന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ട്? കാരണം ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്, കണ്ടു വളരുന്നതായിരിക്കാം. ചുറ്റുമുള്ള ആളുകൾ പെൺകുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഇവരൊരുപാട് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു വേറൊരു സുഹൃത്ത് വന്നിട്ടുണ്ട്, അവനാണല്ലേ അവനെങ്ങനെയും വളർന്നോളും, എന്നിട്ട് അതിനങ്ങ് വിടുകയാണ്. അവന് കൊടുക്കേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കൂല, അവന് കൊടുക്കേണ്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യൂല. അവനെങ്ങനെയും അവന് ഭക്ഷണം മാത്രം കൊടുത്തു അവനെങ്ങനെയും വളർന്നോളും. ആ ഒരു രണ്ട് രീതിയിലാണ് നമ്മളെ കുളവാക്കുന്നത്. പെൺകുട്ടികളെ ഒരു രീതി കുളവാക്കും, ആൺകുട്ടികളെ വേറെ രീതി കുളവാക്കും. ലാസ്റ്റ് ഇവർ തമ്മിൽ കൂട്ടിക്കൂട്ടുന്ന സ്ഥലത്ത് വേറെ പുതിയൊരു തരം കുളം ഉണ്ടാവും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങളെ അങ്ങനെ വിട്ടിരിക്കും. അവർക്ക് ഇപ്പൊ അവർക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻ കൊടുക്കൂല, അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കൂല, അവർക്ക് അറിയാൻ പാടില്ല,
എക്സൈറ്റ്മെന്റ് കാണിക്കാൻ പാടില്ല, അവരൊന്നും അയഞ്ഞൊന്നും ചെയ്യാൻ പാടില്ല. അവരെ അങ്ങനെ ഒരു സൈഡിൽ അടക്കി ഒരു സ്ഥലത്ത് ഇരുത്തും. ഇപ്പോഴുള്ളവരെ വേറൊരു തരത്തിൽ അടക്കിയിട്ട് പെൺകുട്ടികളെ വേറൊരു തരത്തിൽ അടക്കിയിട്ട് അങ്ങനെ ഇരുത്തും. ഇത് പ്രശ്നം ഗ്രാസ് റൂട്ട് ലെവലിൽ പാരന്റിങ്ങും സൊസൈറ്റി കണ്ടീഷനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണുങ്ങളപ്പം എവിടുന്നൊക്കെയുള്ള ഫോൾസ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവരിങ്ങനെയുള്ള ഇത്രയും കോൺഫിഡൻറ്റ് ഇത് ശരിയാണ്, ഇങ്ങനെ ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് അവരങ്ങ് ഡിസൈഡ് ചെയ്യാണ്. ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അത്ര പോലും ഇവരില്ലാത്ത കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ആളുകളോ അല്ലെങ്കിൽ റാൻഡം പീഡോഫൈൽസ് ആയിട്ടുള്ള കുറെ അമ്മാവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടുക. ഇത് ഡയറക്റ്റ്ലി കേട്ട കഥകളിൽ നിന്നാണ് ഞാൻ ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ, കറക്റ്റ് ഇവരെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്പേസ് നമുക്ക് ഇവിടെ ഇല്ല. ഇനിയുള്ള ജനറേഷൻ മേ ബി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉള്ളൊരു 5 വയസ്സ് 6 വയസ്സിലെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അവർക്ക് സ്കോപ്പ് ഉണ്ട് നന്നാവാൻ, പെൺകുട്ടികളാവട്ടെ ആണുങ്ങളും ആയിക്കോട്ടെ. ആണുങ്ങളെ ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ ഈ ഡയലോഗാണ് അവനാണല്ലോ അവൻ ഇങ്ങനെയും വളർന്നു നോക്കോളൂ എന്നുള്ള സ്ഥലത്തു നിന്നാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു. ചേച്ചി രണ്ടും പറഞ്ഞു, അതായത് പെൺകുട്ടികളെ ഒരു സൈഡിൽ കുളമാക്കും, ആൺകുട്ടികളെ മറ്റൊരു സൈഡിൽ കുളമാക്കും. അത് ആ ഈ കുളം എന്നുള്ള വാക്കുകൊണ്ട് അല്ലെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ചേച്ചി വിശ്വസിക്കുന്നത്? എല്ലാ രീതിയിലും ഇപ്പം എന്താ പറയാ, അവരുടെ ഫ്യൂച്ചർ, അവരുടെ ജോലി ആയിക്കോട്ടെ, അവരുടെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുന്ന ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, അവരുടെ കുട്ടികളെ വളർത്തുന്നതായിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഫോൾസ് ഇൻഫർമേഷൻ ആണ്. പ്രോപ്പറായിട്ട് മര്യാദയ്ക്ക് അവയർനെസ് കൊടുക്കുന്ന പരിപാടി ഞാൻ എൻ്റെ എൻ്റെ ജനറേഷൻ ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയുള്ള എനിക്ക് അത്രയും നോളജ് ഇല്ല, ഞാൻ കണ്ടു വളർന്നു വെച്ച് ഞാൻ പറയുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഒരു ഇമോഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, ഒരു വിഷമം വന്ന് എന്ത് ചെയ്യണം, സന്തോഷം വന്ന് എന്ത് ചെയ്യണം, ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരാൾ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല. ഇതൊക്കെ മറ്റേ അങ്ങനെ തട്ടി 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 അങ്ങനെ അങ്ങ് വിടും. അല്ലെങ്കിൽ ഇപ്പം റിജക്ഷൻ കെൻ ബി ലൈക്ക് ഒരു വ്യക്തിയുള്ള റിജക്ഷൻ ആയിരിക്കാം, ഒരു ജോലി കിട്ടാത്തതിൻ്റെ റിജക്ഷൻ ആയിരിക്കാം, മാർക്ക് കിട്ടാത്തതിൻ്റെ ആയിരിക്കാം, ബോഡി ഇമേജിൻ്റെ ആയിരിക്കും. ഒരാൾ വണ്ണം കൂടിയത്, വണ്ണം കുറഞ്ഞത്, കറുത്തത്, വെളുത്തത്, മെലിഞ്ഞത്, പൊക്കം കുറഞ്ഞത്, പൊക്കം കൂടിയത്, എല്ലാം, മുടിയുണ്ട്, മുടിയില്ല, ഇതെല്ലാ സ്ഥലത്തും അങ്ങനെ ഇങ്ങനെ വിടുകയാണ്. ഒരു അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ഓക്കെ എൻ്റെ മോന് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാനിരുന്ന് സംസാരിച്ച് അവൾക്ക് ഇറ്റ്സ് ഓക്കെ സാരമില്ല എന്നുള്ള പരിപാടിക്ക് വരും. മറ്റേ ഇതൊക്കെ വലിയ കാര്യമാണോ, ഇതിപ്പോൾ ഞാൻ കുട്ടിയായിരുന്നപ്പോഴും ഞങ്ങൾ മറ്റേ 50 കിലോമീറ്റർ നടന്ന നേരെ അങ്ങോട്ടാണല്ലോ പോണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവാലിഡേഷനും ഇതൊക്കെ വെച്ചിട്ട് ഇവർ വേറെ എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ബീയിങ്സ് ആയിട്ട് മാറിയിട്ട് ഇത് അഡൽട്ട് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ, നിങ്ങൾ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത് എല്ലായിടത്തും റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അതിങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ ഈ അലമ്പ് ഇങ്ങനെ കൈമാറി താല ഇങ്ങനെ കൊടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത് സംഭവിക്കും. ചേച്ചി ഇപ്പൊ പറഞ്ഞ ഈ സോഷ്യൽ കണ്ടീഷനിങ് ഒരു പരിധിവരെ അവരുടെ ഈ ഒരു കാര്യങ്ങളെ വളരെയധികം അഫക്ട് ചെയ്തിട്ടുണ്ട് എനിക്കും തോന്നുന്നുണ്ട്. നമ്മൾ മുൻപേ സംസാരിച്ചു പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആ വശം തന്നെ ആൺകുട്ടികൾക്കും ഇല്ലേ ചേച്ചി? കാരണം ഇപ്പൊ ബസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പക്ഷെ അവർക്കത് പുറത്തു പറയാൻ പറ്റുന്നില്ല. കാരണം പുറത്ത് പറയുമ്പോഴത്തേന് ഇപ്പൊ പെൺകുട്ടികളെ അല്ലെങ്കിൽ നീ അത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വിലക്കുവാണെങ്കിൽ ആൺകുട്ടികൾക്ക് നേരിടേണ്ട ചിലപ്പോൾ പരിഹാസമായിരിക്കും. അല്ലെങ്കിൽ ഒരു വേറൊരാൾ വന്നിട്ട് തുടയിൽ കൈവച്ചു എന്ന് ഒരു ആൺകുട്ടി പറയുവാണെങ്കിൽ നിന്റെ ഇവിടെ കൈവച്ചോ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുവാണ് അവിടെ ആൺകുട്ടികളെ ചെയ്യുന്നത്. അവരെന്തോ വീക്ക് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് എന്ന് അവർക്കെന്തോ ബുദ്ധിമുട്ടുള്ള പോലാണ് അവരോട് പെരുമാറുന്നത്. അപ്പൊ ഇവരെ ഇങ്ങനെ ഇതൊക്കെ പുറത്തു പറയാൻ ഇവരെ ഇങ്ങനെ മടുപ്പിക്കുവാണ്. കാരണം എനിക്ക് എന്റെ ഇമേജ് പോകണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ? കാര്യമാണ്. ആണുങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഹോണി ആയിട്ടുള്ള, എപ്പോൾ ഏത് പെണ്ണ് വന്ന് മുമ്പ് നിന്നാലും മറ്റേ വി ആർ റെഡി ഫോർ സെക്സ് എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകളായിട്ടാണ് ആ ഒരു ജെൻഡറിനെ മൊത്തം നമ്മുടെ സിനിമകളിൽ കൂടെ ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ചിത്രീകരിച്ചു. അതാണ് ഒരാൾ കൈവച്ചു എന്ന് പറയുമ്പം കൈവച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പരിഹാസം വരുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൈവച്ചല്ലേ എന്നുള്ള സാധനം വരുന്നത്. ആണുങ്ങൾക്ക് അവരുടെ കൺസെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലാത്ത സമയങ്ങളുണ്ടാവും, അവർക്ക് ചില ആളുടെ അട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല. എപ്പോൾ ചെന്ന് കൈവച്ചാലും എപ്പോൾ ചെന്ന് കയറി പിടിച്ചാലും ദേ വോണ്ട് ബി റെഡി ഫോർ ഇറ്റ്. അപ്പം അവരും ഈ പറഞ്ഞ പോലെ വികാരങ്ങളും ഈ പറഞ്ഞ പോലത്തെ ഭയങ്കര ഫ്രജൈലായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഒക്കെ ഉള്ള ആളുകളാണെന്ന്
അവർക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അവർക്ക് തന്നെ പറ്റില്ലത്. ഇപ്പം അത് എങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ മറ്റേ ഭയങ്കര വലിയ പുള്ളിയാണ്, എനിക്കിപ്പം അങ്ങനെയാണ് ഇവരെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാ പറഞ്ഞത്, ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം കുഞ്ഞിലെ മുതലുള്ള കാര്യമാണ്. ഈ അവൻ എങ്ങനെയും വളർന്നോളും എന്നുള്ള സ്ഥലത്ത് ഇവൻ പോയി പെടുന്നത് റാൻഡം ആളുകളൊക്കെ ഇതുപോലെ അവൻ എങ്ങനെയും വളർന്നോളും, ബിഫോർ ദ ജനറേഷൻ, അവൻ എങ്ങനെയും വളർന്നോളും, അതിന് മുതൽ ജനറേഷൻ, എല്ലാം കൂടെ കൂടി എക്കോടിച്ച് ഒരുത്തൻ പോയിട്ട് അതാണ് പഠിച്ചിട്ട് വരുന്നത്. ഇറ്റ്സ് ഓക്കെ ടു സേ നോ, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു മെൻ. ആൻഡ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ആണ് കഴിവില്ലാത്തവനല്ല, അല്ലെങ്കിൽ ഹീസ് കുറഞ്ഞ ഒരാണാണ് എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പം അതും ഈ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതൊക്കെ. ഈ അഡൾട്ട് ആയി കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് ലഹള വെച്ചിട്ടൊക്കെ കാര്യമൊന്നുമില്ല. ഇത് ഭയങ്കര കുഞ്ഞിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഈ കുഞ്ഞിലെ മുതലേ ചേച്ചിയുടെ സംസാരം അല്ലെങ്കിൽ കുറെ നാളത്തെ ഇങ്ങനെ പല വേദികളിലായിട്ട് ഞാനും കണ്ടിട്ടുണ്ട്. ഈ മുറിവെന്നുള്ളത് കുഞ്ഞിലെ മുതൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണോ നമ്മൾ നെക്കിലൊരു പച്ചകുത്ത് കണ്ടു, ഒരു ടാറ്റു കണ്ടു, മുറിവെന്നുള്ളതിന്റെ അത് അങ്ങനെ ഒരു സംഭവം എന്താണ് അങ്ങനെ അടിക്കാൻ കാരണം? അത് ഈ പാട്ട് റിലീസിന്റെ സമയത്ത് എനിക്ക് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ പോയി ചെയ്തതാണ്. എനിക്ക് മുറിവുകൾ ജനറലി മറ്റേ ഒളിച്ചു വെക്കാനുള്ളതല്ല, അത് നമ്മൾ മറ്റേ പ്രൗഡായിട്ട് കൊണ്ട് നടക്കേണ്ട സ്കാറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് പോയിട്ട് ചെയ്തത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓക്കെ എനിക്ക് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ എൻ്റെ പാർട്ട് ഓഫ് ദ ലൈഫ് ആവണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പച്ച കുത്തിയ വേറെ എല്ലാം അങ്ങനെയാണ്. എല്ലാം ഈ പറഞ്ഞ എല്ലാത്തിനും മീനിങ് ഉണ്ടല്ലേ? ചിലത് ഇമ്പൾസീവ് ആയിരിക്കാം. പിൻട്രസ്റ്റ് ഒരു ഇമേജ് കണ്ടിട്ട് ഓക്കെ അപ്പം തന്നെ ടെക്സ്റ്റ് ചെയ്തിട്ട് നോക്കി പോയി ചെയ്യുന്നുണ്ട്. ചിലത് ഈ പറഞ്ഞ എക്സ്പീരിയൻസുകൾ നിന്ന് വരുന്ന ടാറ്റു ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരുപാട് ആലോചന ഒന്നുമില്ല, തോന്നുന്നു പോയി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ടാറ്റൂസ് ഏതാണ്? എല്ലാം എടുത്തോ. കാക്ടസ് ഹാർട്ട് ഉണ്ട് ഇവിടെ, ഒരു ഏലിയൻ മഷ്റൂമിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. എല്ലാം ഈ കണ്ട് പെട്ടെന്ന് വളരെ ഇമ്പൾസീവ് ആയിട്ട് പോയി ചെയ്തു. അങ്ങനെ വലിയ കഥകളൊന്നും ഇല്ല നിന്നെ പറയും. ആ ഏലിയൻ മഷ്റൂമിന്റെ മുകളിൽ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏലിയൻസിനെ കുറച്ചുകൂടി ഇഷ്ടമായതുകൊണ്ട്. അതിന്റെ അർത്ഥം എന്താ ചേച്ചി? ഏലിയൻ മഷ്റൂമിന്റെ മുകളിൽ ഇരിക്കുന്നത് അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇതിപ്പോ ഞാൻ എവിടുന്ന് തുടങ്ങാ? അതിന് ബാക്കിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? അല്ല, ഏലിയൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മറ്റേ ഇത് പിന്നെ ടോപ്പിക്കൊക്കെ മാറിപ്പോണല്ലോ. അല്ല, ഇത് നമ്മൾ ഭൂമിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും വേറെ സ്പീഷീസ് ഉണ്ട്, വേറെ പ്ലാനറ്റ്സ് ഉണ്ട്, വേറെ ഗാലക്സീസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതായിരിക്കാം, അവർ ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതായിരിക്കാം, എന്തോ ആയിരിക്കാം. അപ്പം ഞാൻ ഐ എം ലൈക്ക് വെരി ഈഗർ ടു മീറ്റ് മൈ അവരെ, മനസ്സിലായി. ആ ഒരു കണക്ഷൻ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എനിക്ക്. അതുകൊണ്ടാണ് ഏലിയനോട് വന്നത്. ഓ മൈ ഗോഡ്, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണല്ലോ. ടോപ്പിക്കൊക്കെ മാറിപ്പോകുന്നു. ഇപ്പൊ റീസെന്റ് ഒരു പോസ്റ്റ് കണ്ടിരുന്നില്ലേ? കാരണം നമുക്കിടയിലും ഏലിയൻസ് ഉണ്ട്, അവർ നമ്മൾ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ചേച്ചി ശരിക്കും അത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് വിശ്വസിക്കുന്നു? അവർ പറയുന്ന പെർസ്പെക്റ്റീവിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇവര് വന്നിട്ട് നമ്മളെ പേടിപ്പിക്കുന്നോ നമ്മളെ ഫോളോ ചെയ്യുന്നോ അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുന്ന കുറെ സ്പീഷീസ് ആണ്. അതിലൊരു സ്പീഷീസ് ഇതുമാണ്. ഇറ്റ് ക്യാൻ ബി ഫ്രം അനദർ ഗാലക്സി ഓർ എ പ്ലാനറ്റ് ഓർ എ യൂണിവേഴ്സ്, ഓർ മേ ബി അവരിവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഡയമെൻഷൻ ലിമിറ്റഡ് ആണല്ലോ, നമുക്ക് ഇത്രയും ഡയമെൻഷനല്ലേ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ സൈഡേ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. മറ്റേ ഇവര് ഓടിച്ചിട്ട് ഒരു വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കുക, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്റേതായിട്ടുള്ള ലോകത്തില് വലിയ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ബാക്ക് ടു മുറിവ്. ചേച്ചി ഇപ്പം മുറിവ് എന്നുള്ളൊരു ഈ പാട്ട് ചെയ്തു. ഇപ്പം നമുക്ക് കണ്ടുവരുന്നുണ്ട് ഒരുപാട് റാപ്പേഴ്സ് ഉണ്ട്, ഒരുപാട് കമ്പോസേഴ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരുപാട് മ്യൂസിക്കുകൾ ചെയ്യുന്ന ആളുകളാണ്. അതിനകത്തൊക്കെ ഇങ്ങനെ പാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഒഫൻഡഡ് ആയിട്ടുള്ള വാക്കുകളുണ്ട്, താഴെ തട്ടിലുള്ള വാക്കുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ചേച്ചിയുടെ ഈ ഒരു പാട്ട് മാത്രം, അല്ലെങ്കിൽ അതിലൊക്കെ അത്രത്തോളം നമ്മൾക്ക് എന്താ പറയുന്നത് വയലൻസ് ഉണ്ട് അതിൽ, പക്ഷെ അതൊന്നും ആർക്കും പ്രശ്നമല്ല. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ മാത്രം എല്ലാവരും ഇത്ര വിമർശിക്കപ്പെടുന്നു, അതൊക്കെ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. അതെന്തുകൊണ്ടാണെന്നാണ് ചേച്ചി? കാരണം അത് ചേച്ചി സ്ത്രീ ആയതുകൊണ്ടാണോ? എന്താണ് അത്? ഒരു ഫാക്ടറാണ്. അജിത് ഹരെ ഷർട്ട് ഇടാണ്ട് മുണ്ട് മാത്രം ഉടുത്തിട്ട് ഒരാളിൽ നിന്ന് പാടിക്കഴിഞ്ഞാൽ ആരും അയാളെ വിമർശിക്കില്ല. ഞാൻ വലിയ ടീഷർട്ടും ഒരു ഷോർട്ട്സും ഇട്ടപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായി. അത് പ്യുവർലി പെണ്ണ് എന്നുള്ളൊരു പ്രശ്നമാണ്. അത് ആ ഒരു കൺട്രോൾ സാധനമാണല്ലോ. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു സെറ്റ് ഓഫ് സാധനത്തിനകത്ത് വെച്ചാണല്ലോ നമ്മൾ വളർന്നു വരുന്നത്. അപ്പം അതിന് ഒരാൾ പുറത്ത് ചാടുമ്പോഴേക്കും ഉറപ്പായിട്ടും ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതേ റെസിസ്റ്റൻസ് ആണ് ഇപ്പോഴും വരുന്നത്. ഇപ്പം ഞാൻ പാടുന്ന ഇതേ സാധനം എനിക്കല്ല, മെയിൽ റാപ്പേഴ്സ് ഐ ഡോണ്ട് നോ, മെയിൽ റാപ്പേഴ്സ് മേ ബി
തെറി വിളിച്ചാലും അല്ലെങ്കിൽ എത്ര മോശം ഫ്രേസസ് യൂസ് ചെയ്താലും അത് കുറച്ചുകൂടി സെലിബ്രേറ്റഡ് ആണ്. അത് ആ മാസ്കുലിൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോൾസ് മാസ്കുലിൻ സാധനം ഉണ്ടല്ലോ, ഇതാണ് ദാറ്റ്സ് നോട്ട് മാസ്കുലിനിറ്റി ടു സ്റ്റാർട്ട് വിത്ത്. ഇതാണ് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന തെറി പറയുന്ന, ദേഷ്യപ്പെടുന്ന, തല്ലുന്ന, ബഹളം വെക്കുന്ന ആള് എന്ന് പറയുന്ന ഒരു ഭയങ്കര ആ സാധനം ഉണ്ടല്ലോ, അത് സെലിബ്രേറ്റഡ് ആണ്. ദേഷ്യപ്പെടുന്ന ആണ്, റിബൽ ചെയ്യുന്ന ആണെന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ സെലിബ്രേറ്റഡ് ആണ് സൊസൈറ്റിയിൽ. പെണ്ണ് വന്നിട്ട് അത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അടിച്ച് താഴെയിടാൻ നോക്കുക എന്നുള്ളത് ഇറ്റ്സ് എക്സ്പെക്റ്റഡ്. അതാണ് ഈ പാട്ടുണ്ടാക്കുമ്പോഴേ നമുക്കിതൊക്കെ അറിയാം, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വലിയ പുതിയ കഥയൊന്നുമല്ല. ഇപ്പം ചേച്ചി ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഈ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ അഖിൽമാരാർ ആ വ്യക്തി ആ ബിഗ് ബോസിൽ കാണിച്ച അതേ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ജാസ്മിൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയും കാണിച്ചത്. അന്ന് എന്തൊക്കെ അഖിൽമാരാർ ചെയ്തിട്ടുണ്ട്, അന്ന് മുമ്പോട്ട് നേരിടുന്നവരെ എല്ലാം ദേഷ്യപ്പെടുകയും ഒക്കെ അഖിൽമാരാറും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ മറ്റേ പൗരുഷത്തിന്റെ അടയാളം രാജാവിനെ പോലെയാണ് വാഴ്ത്തിയിരുന്നത്. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അത്രത്തോളം സ്വീകാര്യതയാണ് ലഭിച്ചത്. പക്ഷേ തിരിച്ച് ജാസ്മിൻ അവിടെ അങ്ങനെ തന്നെ പ്രതികരിച്ചപ്പോഴത്തേക്ക്, കാരണം ദേഷ്യപ്പെടുകയും തിരിച്ച് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ നിൽക്കുന്നു, എന്നോട് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ നിൽക്കുന്നു, ദേഷ്യപ്പെടുന്നു, എല്ലാം പറയണം, ഒഫൻഡഡ് ആവുകയാണ്. ഇതിനൊക്കെ പറയുന്നത് അവൾ അഹങ്കാരി, ധിക്കാരി, ഒരു പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സെലിബ്രേറ്റ് ചെയ്തപ്പെട്ടേനെ. അപ്പം ഇത് ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റി ലെയറിലുണ്ടല്ലോ. അത് വലിയ സൊസൈറ്റൽ കണ്ടീഷനിങ് അല്ലേ. ഇപ്പൊ നമുക്ക് ഒരു ജനറേഷൻ കൊണ്ടോ ഒരു ഷോ കൊണ്ടോ ഒരു പാട്ട് കൊണ്ടോ മാറ്റാവുന്ന കാര്യമല്ല. അത് ഈ പറഞ്ഞ ഇനിയും കുറേ നാളെടുക്കും. പതുക്കെ കുറേ ആൾ ഇനിയും തെറിയേക്കേണ്ടി വരും. ചേച്ചിക്ക് വരുന്ന ആക്ച്വലി ഈ മുറിവിന്റെ ഒരു ഇതില് ചേച്ചിക്ക് വരുന്ന ഒരുപാട് ട്രോളുകളൊക്കെ ചേച്ചി കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ 1-2 ഞാനിങ്ങനെ ചേച്ചിയെ കാണാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ചേച്ചിയുടെ വന്നേക്കുന്നത് ഇതുപോലെ ചേച്ചിയുടെ കാമപ്പാട്ട് അല്ലെങ്കിൽ അതിന് ട്രോള് വന്നിട്ടുണ്ട്. ഇത് റാപ്പ് അല്ല കോപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ സർ കൂടുതൽ നന്നായി പോയോ, പിന്നെ മാസാക്കാൻ നോക്കി ദുരന്തമായി പോയി എന്നൊക്കെ പറയാം. ഞാൻ വിശ്വസിക്കുന്നത് വിമർശിക്കാം, ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം, അല്ലെങ്കിൽ ട്രോളുകൾ ഉണ്ടാക്കാം. അത് കുറെ കൂടെ ഫണ്ണി ആയിരിക്കണം, അല്ലെങ്കിൽ റെസ്പെക്റ്റോടുകൂടി ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ട് അതിനെ വിമർശിക്കാൻ മാത്രം അതിലെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതിനെയൊക്കെ ചേച്ചി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത്? അല്ല, എനിക്കിത് പ്യുവർലി ഞാനിപ്പോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് എവിടെ ഞാൻ ട്രോള് കണ്ടാലും ട്രോളിനടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്യും. എന്റെ കമന്റ് ഉണ്ടായിരുന്നോ? കമന്റ്സ് കണ്ടായിരുന്നു. എന്റെ കമന്റ് ഉണ്ടായിരുന്നോ? ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം ഞാൻ കമന്റ് ചെയ്യും. കമന്റ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. അച്ഛൻ കേൾക്കാൻ വേണ്ടി ഇതാണ് പേര്, എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും ഉണ്ട്, വീഡിയോ യൂട്യൂബിൽ എൻ്റെ ചാനലുണ്ടെന്ന് പറയും. എനിക്കിത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇതിപ്പം നിങ്ങൾ എന്ത് ചെയ്യാനാണെങ്കിലും, തെറി വിളിക്കാനാണെങ്കിലും, ഡിസ്ലൈക്ക് ചെയ്യാനാണെങ്കിലും, സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും, നിങ്ങളെ ആ പാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. അതിനിപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി എടുത്ത് ഞാനത് നന്നായിട്ട് മുതലാക്കും എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ട്രോൾ എന്ന് പറയുമ്പം എപ്പോഴും ഈ പറഞ്ഞ ഒരാളെ നമ്മൾ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ എപ്പോഴും അതിന് ഓഡിയൻസ് നന്നായിട്ട് ഇരച്ചു കയറുമെന്ന് എനിക്കറിയാം. അതെനിക്ക് അജിത് ഹരിമോൻ എനിക്ക് മനസ്സിലായി തുടങ്ങി. അതായത് ഞാൻ എങ്ങനെ ഒരു വീഡിയോ ഹിറ്റാവുന്ന നോക്കുന്നത്, ഒരു 5 lakh വ്യൂസ് വരെയൊക്കെ കാര്യമായിട്ട് ബുള്ളിങ് ഉണ്ടാവില്ല, ചീത്തവിളി ഉണ്ടാവില്ല. മോസ്റ്റ്ലി 5 lakh ക്രോസ് ചെയ്യുമ്പോൾ മറ്റേ ഫസ്റ്റ് തെറി വരുമ്പോൾ ഓക്കെ, അപ്പം അത് 1, 10, 20 ഓക്കെ, ഇത് മില്ലിനടിക്കുന്നത് ഞാൻ മാറിയിരിക്കും. ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് മില്ലിനടിക്കും. ആൻഡ് മെജോറിറ്റിയും ചീത്തവിളി ആയിരിക്കും. ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്, ദിസ് ഹൗ സോഷ്യൽ മീഡിയ വർക്ക്സ്. മാക്സിമം ആളുകൾ കയറുന്നു, ചീത്ത വിളിക്കുമ്പോഴേക്കും എൻഗേജ്മെന്റ് കൂടുന്നു. ഓരോ ആളുകൾ ടൈപ്പ് ചെയ്യുമ്പോഴും ആ റീല് പിന്നെയും പ്ലേ ആവുകയാണ്. ഇത് 15 സെക്കൻഡ് 30 സെക്കൻഡൊക്കെ റീൽ ഉണ്ടാവുള്ളൂ. ഓരോ തവണ പ്ലേ ആകുമ്പോഴും ഇൻസ്റ്റാഗ്രാമിന് അവിടെ കിട്ടുന്ന ഓക്കെ ദിസ് ഇസ് ഗോയിങ് റിയലി ഗുഡ്, ഭയങ്കര എൻഗേജ്മെന്റ്, അത് കൂടുതൽ പുഷ് ആവും. ദിസ് ഇസ് ഹൗ ദ അൽഗോറിതം വർക്ക്സ്. അപ്പം എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ എൻ്റെ പാട്ട് മാക്സിമം പുഷ് ചെയ്യാം, എങ്ങനെ എൻ്റെ ആളുകളെ മാക്സിമം എൻ്റെ വീഡിയോയിലേക്കും ഓഡിയോയിലേക്ക് എത്തിക്കാം, അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്യും. എനിക്കിപ്പോൾ അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. സത്യം പറഞ്ഞ ചേച്ചി പറഞ്ഞപ്പോഴത്തേന് ഇപ്പൊ പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്, നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്, എല്ലാ പബ്ലിസിറ്റിയാണ്. ഇപ്പം റൈറ്റ് നോക്കി ഇതിപ്പോൾ ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടോ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടോ ഏതെങ്കിലും മറ്റേ ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ പെട്ടിട്ടോ ഉള്ള പബ്ലിസിറ്റി അല്ല. ഞാനൊരു പാട്ട് എഴുതി, അത് 1.5 വർഷം മുന്നേ ഇറങ്ങിയതാണ്. ഇപ്പം അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആളുകൾ ഇങ്ങനെ ഫുള്ള് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻ, ഈ ആളുകളൊക്കെ ഇത് പറയുന്നല്ലോ, അയ്യോ എന്തിനാ ആളുകൾ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്നുള്ള സാധനത്തിനകത്തോട്ട് പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് പബ്ലിസിറ്റി ഫോർ മീ. ഇതിപ്പം എൻ്റെ വ്യൂവേഴ്സ് കൂടുകയാണ്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ട്രാഫിക് കൂടുകയാണ്, യൂട്യൂബ് ട്രാഫിക് കൂടുകയാണ്, ഓഡിയോ പ്ലാറ്റ്ഫോംസ് ട്രാഫിക് കൂടുകയാണ്.
നമ്മളിപ്പോൾ അത്ര നോക്കിയാൽ പോരെ. ചേച്ചി എനിക്ക് തോന്നുന്നു നേരത്തെ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ചേച്ചി ഒരു വന്ന സമയത്തൊക്കെ ചേച്ചി വളരെ ഒരു നാടൻ ലുക്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം ചേച്ചി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ചേച്ചിയുടെ ഒരു അപ്പിയറൻസ്, കാര്യങ്ങൾ, ദ വേ യു പ്രസന്റ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ചേച്ചി കുറെ കൂടെ എന്താ പറയുക, ആളുകൾ ഓക്കെ വിമർശനങ്ങൾ അധികം ഇല്ലായിരുന്നു. ഓക്കെ ഗൗരിലക്ഷ്മി ആളവിടെ ഉണ്ട്, ആളുടെ പാട്ടുകൾ ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളൊരു വിമർശനങ്ങൾ അധികം ഇല്ലാതെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ചേച്ചിയുടെ അപ്പിയറൻസ് മാറി, കാര്യങ്ങൾ മാറി, അല്ലെങ്കിൽ ചേച്ചി പാട്ട് പ്രസന്റ് ചെയ്യുന്ന രീതികൾ മാറി. അപ്പൊ വിമർശനങ്ങൾ കൂടി, അതായത് നമ്മൾ പബ്ലിസിറ്റി കൂടുന്നോറും അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ അറിയപ്പെടുന്നോറും നമ്മുടെ ഇങ്ങനെ ഈ നമ്മൾ കുറെ കൂടെ വിമർശിക്കപ്പെടുകയാണ്. അങ്ങനെ ചേച്ചിക്ക് തോന്നുന്നുണ്ട്? അതായത് ഞാൻ എൻ്റർലി മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ചേഞ്ചിന് എപ്പോഴും ചേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അത് യൂണിവേഴ്സൽ ലോ ആണ്. നമ്മൾ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ നമ്മൾ കുറച്ചൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വരും, ആളുകൾ നമ്മളെ ഭയങ്കരമായിട്ട് താത്തിക്കെട്ടാൻ നോക്കാൻ വരും. അത് നോർമലാണ്. അത് അതിൽ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പം എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ ആരും ഒന്നും പറയാത്ത അപ്പോഴും നമുക്ക് ഇതാവുന്നുണ്ട്. അപ്പം ഇതിപ്പം ഞാൻ നാടൻ മോഡേൺ അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പം എന്താണോ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത് അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ആളുകൾ എങ്ങനെ കാണുന്നു, എങ്ങനെ പറയുന്നു അതല്ലല്ലോ, അതൊന്നും നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഓരോ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് നിലപാടുള്ള ഒരു ആളാണ് ചേച്ചി. എനിക്കൊന്ന് റീസെൻ്റ്ലി റിപ്പോർട്ടർ ചാനലിൽ പോയപ്പോൾ ഞാൻ ഒരു നിലപാടിനെ പറ്റി കേട്ടു. അപ്പോൾ ഇങ്ങനെ നിലപാടുകൾ വ്യക്തമാക്കുമ്പോഴത്തേനും പല വിമർശനങ്ങൾ പല സൈഡിൽ, കാരണം ചിലപ്പോൾ സെൻസിറ്റീവ് കണ്ടന്റുകളായിരിക്കും നമ്മൾ കൈവയ്ക്കുന്നത്. അപ്പോൾ ഭയങ്കര പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുള്ളവരാണെങ്കിലും ആരെങ്കിലുമൊക്കെ പറയാറില്ലേ, ഗൗരി അത് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? കുറവാണ് പറയാൻ ഞാൻ അനുവദിക്കാറില്ല. ഇല്ല, അതിപ്പം അങ്ങനെ എന്നോട് പറയാൻ സ്വാതന്ത്ര്യം എൻ്റെ സർക്കിൾസ് എപ്പോഴും വളരെ കറക്റ്റ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സർക്കിൾസ് ആണ്. എൻ്റെ ഏറ്റവും ഇന്നർ സർക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ കാര്യം, ഞാനെന്താ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എന്താ ഉദ്ദേശിക്കുന്നത് അത്രയും ബോധമുള്ള ആളുകൾ ആയിരിക്കും നമ്മുടെ ഏറ്റവും ഇന്നർ സർക്കിളിലുള്ളത്. ഒന്നും ഇമ്പൾസീവായിട്ട് ഒന്നും ഞാൻ ചെയ്യാറില്ല. എല്ലാം വളരെ ആലോചിച്ച് മാത്രമേ ഓരോ വാക്കും പറയാറുള്ളൂ, ഓരോ കാര്യവും ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾ നിലപാട് വ്യക്തമാക്കി എന്ന് പറഞ്ഞാൽ നിലപാട് വ്യക്തമാക്കുന്നതിന് മുന്നേ ഒരാഴ്ചയുള്ള ആലോചനയൊക്കെ ഉണ്ടാവും. ഇരുന്ന് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. അല്ലെ അങ്ങനെ ചാടിക്കയറി പെട്ടെന്ന് മറ്റൊരു എന്തെങ്കിലും കണ്ടു ട്രിഗേർഡായി, എന്തെങ്കിലും കേട്ടു ട്രിഗേർഡായി ഉടനെ കയറി അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. വളരെ ആലോചിച്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ അത്രയും ഞാനിന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത്രയും എൻ്റെ മനസാക്ഷിക്ക് അത്രയും കറക്റ്റെന്ന് തോന്നുന്ന കാര്യം മാത്രമേ പറയുകയും ചെയ്യുള്ളൂ എന്ന് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ചോദ്യം ചെയ്യലുകളും ഒന്നും ഉണ്ടാവില്ല. ചേച്ചി ഒരു ചാനലിൽ മാത്രമാണ് ഞാൻ ആ പാട്ട് പാടി കേട്ടത്, മറ്റേ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. എനിക്ക് ആ പാട്ടൊന്നും കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ പാട്ട്, നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്, ആദ്യമായിട്ടാണ് നേരിടുന്നത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ നിലപാടുകളൊക്കെ ഇങ്ങനെ വളരെ ആലോചിച്ചെടുക്കും എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മൂല്യം, അതെന്താണെന്ന് വെച്ചാൽ മൂല്യം എന്താണ്? ഇമ്പൾസീവ്ലി ഒന്നിലും ഞാൻ പറയുന്നത്, നമ്മൾ ഒരു വലിയൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ പലതരം ആളുകളുണ്ട് അവിടെ. അപ്പം മനഃപൂർവ്വം ഒരു കാറ്റഗറീനെ വലിച്ച് താഴെ ഇടാനോ മനഃപൂർവ്വം ഒരു കാറ്റഗറിയേക്കാളും ബെറ്റർ ആണെന്നോ എന്നുള്ള രീതിയിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാ മനുഷ്യന്മാരും ഈക്വലാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഓരോ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇപ്പം മുറിവ് തന്നെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു വരി പോലും ആണുങ്ങൾ മോശക്കാരാണെന്നോ ആണുങ്ങളെല്ലാം വൃത്തികെട്ടവന്മാരാണെന്നോ ഒന്നും എഴുതിയിട്ടില്ല. അതിൽ പ്യോർലി 8 വയസ്സുള്ള കുട്ടിയുടെ ഇമോഷനും 13 വയസ്സുള്ള കുട്ടിയുടെ ഇമോഷൻ, 22 വയസ്സുള്ള കുട്ടിയുടെ ഇമോഷൻ, അത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ഇരിക്കുന്നത്. ഈ കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചത് എൻ്റെ ഓരോ സ്റ്റേജിലുള്ള കുട്ടികളെയും 8 വയസ്സുള്ള എന്നെയും 13 വയസ്സുള്ള എന്നെയൊക്കെ ഉപദ്രവിച്ചതൊക്കെ ആണുങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എഴുതുന്നു. ദാറ്റ് ഡസൻ മീൻ ആണുങ്ങളെല്ലാം വൃത്തികെട്ടവന്മാരെന്നുള്ളതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒന്നും അതിൽ എഴുതിയിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അടിപൊളി ആണുങ്ങളുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഏറ്റവും കോർ സപ്പോർട്ടിൽ എൻ്റെ കൂടെ നിൽക്കുന്നതിൽ മെജോറിറ്റി ആണുങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ഒരു കാറ്റഗറിനെ അടിച്ച് അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഭയങ്കര അടിപൊളിയാണ്, മറ്റൊരു ആ ഒരു സംഭവം ഒരിക്കലും ചെയ്യരുത് എന്നുള്ള വിശ്വസിക്കും. അപ്പം അന്ന് തന്നെ ഈ ചാനലിൽ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ആ ചോദ്യം വരുമ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പം ഇത് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഒരു പെർട്ടിക്കുലർ ബിലീഫ് സിസ്റ്റം ഉള്ള ആളുകളെ ഞാൻ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉള്ളവർ ബെറ്റർ ഒന്നും ഞാൻ സംസാരിക്കാൻ പാടില്ല അവിടെ. കാരണം അങ്ങനെ സംസാരിക്കാൻ ഞാൻ ആരുമല്ല. ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആലോചനയുള്ള കാര്യങ്ങളാണ്. അപ്പം
ഞാൻ പോവാ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വിഷമമുണ്ട്. എനിക്കിങ്ങനെ ആളുകൾ തമ്മിൽ ഇപ്പോൾ എൻ്റെ ഫാമിലി ഗ്രൂപ്പുകളിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും നിയറസ്റ്റ് സർക്കിളിൽ മതം ഒരു വിഷയമേ അല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നിട്ട് മതം ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹെയ്റ്റ് വാരി എറിയുന്ന ഒരു സ്പേസിലോട്ട് എത്തിയതിൽ എനിക്ക് വിഷമമുണ്ട്. ആ വിഷമം മാത്രമാണ് ഞാൻ ആ പാട്ടിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെ അത്രയും എനിക്ക് എൻ്റെ ഇമോഷൻ എന്താണെന്നുള്ളതാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു കാറ്റഗറീനെ പുച്ഛിച്ച് തള്ളാനോ അവർ മോശമാണെന്ന് പറയുന്നിടത്ത് അങ്ങോട്ടല്ല ഞാൻ പോകേണ്ടത് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അത്രയും ആലോചനയുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതുപോലെ മുറിവ് ഇങ്ങനെ വൈറലായിക്കൊണ്ട് പോവുകയാണ്, ഇനി നെക്സ്റ്റ് എന്താണ് അപ്കമിങ് ആയിട്ടുള്ള വർക്കുകൾ? നിറയുണ്ട് നിറയുണ്ട്. ഇതുപോലെ വൈറലാക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ വൈറലാക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ആവാം, നമുക്കൊരു പ്രശ്നമില്ല, സന്തോഷമുള്ളൂ. ഒരുപാട് പാട്ടുകാരുണ്ട് കസ്റ്റഡിയിലുണ്ടല്ലോ ഇതുപോലെ വൈറലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഞാനും അതിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ഞാൻ ചേച്ചിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ റാപ്പ് ഭയങ്കര വൈറൽ സോങ്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് ചേച്ചി. സോ മച്ച്. താങ്ക് യു. താങ്ക് യു ചേച്ചി.